ഇനി എന്നായിരിക്കും ആ ഒരു കൂട്ടുകെട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള സംഭവമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബ് ഒരു പഴയ രീതിയിലല്ല ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിമിത്രിയോസ് ഡയമന്തക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവനും അഡ്രിയാൻ ലൂണ എന്ന ലിറ്റിൽ മജീഷ്യനും ആ ചേർന്ന് നിന്നുകാണ്ട് പടുത്തുയർത്തിയിരുന്ന ഒരു ക്ലബ്ബല്ല ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ്. കഴിഞ്ഞ മത്സരം ജംഷഡ്പൂരിനെതിരെയായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ നമ്മൾ കണ്ടു അനാവശ്യമായിട്ടുള്ള ഓരോരോ മിസ് പാസുകൾ, അനാവശ്യമായിട്ടുള്ള ഡ്രിബ്ലിങ്ങൾ, അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതികൾ, ഇങ്ങനെ ഒരുപാട് ചാൻസുകൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിമിത്രിയോസ് ഡയമന്തക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ശേഷം അദ്ദേഹത്തിലേക്ക് പന്തെത്തിക്കുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാർക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടുള്ളതുപോലെ പലരുടെയും കാലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് പന്തെത്തുന്നില്ല. ഈവൻ രാഹുൽ KPയൊക്കെ സംബന്ധിച്ചിടത്തോളം രാഹുലൊക്കെ ആ ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഒഴിഞ്ഞു നിൽക്കുകയാണ് ഡയമന്തക്കോസ് അവിടെ. ആ ഒരു ടൈമിൽ പോലും ദിമിനെ ഒരു എന്താ പറയുക ബെറ്ററായിട്ട് ഒരു ഓപ്ഷനായിട്ട് കാണാതെ അദ്ദേഹം ആ ഒരു ഷോട്ട് എടുക്കുന്നു. അതുപോലെയുള്ള പല അവസരങ്ങളും ഇന്നലത്തെ കളിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ശേഷമൊക്കെ മത്സരം ഒന്ന് വീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ സെക്കൻഡ് ഹാഫിൻ്റെ ശേഷം ദിമിത്രിയോസിന് നമ്മളെ വലിയ രീതിയിലൊന്നും സ്ക്രീനിൽ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം തന്നെ ഒരു മൂലയിൽ പോയി നിൽക്കുന്ന അവസരം നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. കളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൈകൾ പൊന്തിച്ചിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാനായിട്ട് ഇട വന്നിട്ടുണ്ടായിരുന്നു. ദിമിയെ സംബന്ധിച്ചിടത്തോളം മത്സരം ചടച്ചുപോയി എന്ന് പോലും ആരാധകർക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു അവസരം നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ആ ഒരു പഴയ കാലം തന്നെയാണ്. ദിമിയെ സംബന്ധിച്ചിടത്തോളം ദിമിക്ക് അവിടെ കളിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു ആവശ്യകത അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിറ്റിൽ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഉണ്ടാകുമ്പോൾ പന്ത് പിറകിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മുമ്പിലേക്ക് തള്ളി കയറ്റി കൊടുക്കാനും ലൂണ തന്നെ ഒരു ബാധ്യസ്ഥനായ പോലെ, അതായത് ലൂണ തന്നെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കളിശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൂണയുടെ ഭാഗത്തു നിന്നും ദിമിത്രിയോസ് ഡയമന്തക്കോസിന് വരുന്ന പന്തുകളെ എങ്ങനെയാണോ അതുപോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഡയമന്തക്കോസിന് പന്ത് കൊടുക്കുന്ന ഒരു അഡ്രിയാൻ ലൂണയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മറന്നു കാണില്ല ആ ഓരോ ടീം ഗെയിമിങ് ഗോളുകളൊക്കെ. ഇന്നിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനത്തെ ഒരു ഗോൾ എടുത്ത് പറയണ്ടോ? ലൂണുള്ള കാലത്ത് ലൂണ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മളെ ടീം ജയിക്കുള്ളൂ അങ്ങനൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ലൂണ ഉണ്ടാകുമ്പോൾ ആ ഒരു എഫക്റ്റ് എത്ര മാത്രമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ജംഷഡ്പൂരിനെതിരെ ഒരു ടീം ഗെയിം ഗോൾ നേടിയിട്ടുണ്ട്, മറ്റൊരു ടീമിനെതിരെ വേറൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീം ഗെയിം ഗോൾ നേടിയിട്ടുണ്ട്. ഇതൊക്കെ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ആ താരത്തിൻ്റെ ആ ഒരു കാലിൽ നിന്നും വന്നിട്ടുള്ള ഉത്ഭവങ്ങളാണ്. അന്ന് ദിമിത്രിയോസ് ഡയമന്തക്കോസിനും കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ദിമി കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടി, പക്ഷേ ആ ഗോൾ നേടുമ്പോൾ മാത്രമാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ശേഷമുള്ള അവസരങ്ങളിൽ ദിമിയുടെ അവസ്ഥ കണ്ടിട്ട് സ്വാഭാവികം കളിയൊക്കെ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എഫെക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, അദ്ദേഹം എന്താണ് ഇങ്ങനെ ആയത്, അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നോക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹകളിക്കാരിലേക്കാണ്. അവരിൽ നിന്നും കൃത്യമായിട്ടെത്തുന്ന പാസ്സില്ല, കൃത്യമായിട്ടെത്തുന്ന ഒരു കൺട്രോളിങ് ഇല്ലാത്ത ഒരു കളിയാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ലൂണ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മധ്യനിരയിലെ മുഴുവൻ ഒരു കൈപ്പിടിയിൽ ഒതുക്കിയ മാതിരിയായിരിക്കും ലൂണ കളിക്കുക എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ പെപ്ര നമ്മുടെ ടീമിലേക്ക് വന്നപ്പോഴും ദിമിക്ക് ആ ഒരു കോംബോ കിട്ടിയിട്ടില്ല. ബട്ട് അവിടെയും ലൂണയുടെ ആ ഒരു പിന്തുണ ദിമിത്രിയോസ് ഡയമന്തക്കോസിന് കൊടുത്തപ്പോഴാണ് അദ്ദേഹം നല്ല രീതിയിൽ പന്ത് തട്ടാനായിട്ട് ആരംഭിച്ചത്. സോ ഇന്ന് ദിമിത്രിയോസ് നമ്മുടെ ടീമിൻ്റെ കാതലാണ്. അതായത് ഇന്ന് ISL ഗോൾഡൻ ബൂട്ട് റേസിൽ അദ്ദേഹം 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ലൂണ തിരിച്ചു വന്നാൽ ദിമി ഒന്നുകൂടെ ഉഷാറായിട്ട് നമ്മുടെ ടീമിന് ഒരുപാട് ചാൻസുകളും ഒരുപാട് അവസരങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ ഇന്നലത്തെ ആ കളി കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. സോ ബൈ.